നിന്നെ ആരാടി ഇങ്ങോട്ട് വരാൻ അനുവദിച്ചത്? എൻ്റെ കൺമുന്നിൽ നിന്ന് പോകാമെന്ന് നീ കരുതിയോ? രുദ്രൻ്റെ ശബ്ദം ആ വലിയ മുറിൽ ഇടിമുഴക്കം പോലെ മുഴങ്ങി. അവൻ്റെ കണ്ണുകളിൽ കത്തുന്ന പകയായിരുന്നു ആ നിമിഷം. മീരയുടെ മുടിയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖം തൻ്റെ മുഖത്തിന് അടുത്തേക്ക് വലിപ്പിച്ചെടുപ്പിച്ചു. ആ കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ അഗ്നിജ്വാലകൾ ആളിപ്പടരുന്നുണ്ടായിരുന്നു. കണ്ണിൽ തന്നെ നോക്കടി, നിന്റെ കപടമായ കണ്ണുകളിൽ എനിക്കൊന്ന് നോക്കണം. ആരെയാടി നീ പറ്റിക്കാൻ നോക്കുന്നത്? അവൻ ആക്രോശിച്ചു. വേദന കൊണ്ട് മീരയുടെ ശരീരം വിറച്ചു. നേരത്തെ കാറിലെ ആഘാതത്തിൽ കൈകളിൽ തെറിച്ച കുപ്പിച്ചില്ലുകൾ അപ്പോഴും അവളുടെ മാംസത്തിനുള്ളിൽ നീറുന്നുണ്ടായിരുന്നു. കൈത്തണ്ടയിലെ ഒഴുകിയിറങ്ങിയ ചുവന്ന രക്തത്തുള്ളികൾ ആ മുറിയിലെ വെളുത്ത തറയിലേക്ക് ഇറ്റിറ്റ് വീണു. അവളുടെ കണ്ണുനീർ തുള്ളികളും ആ ചോരയും ഒരേ സമയം നിലത്തേക്ക് വീണുടഞ്ഞു. വിധി തന്നെ നോക്കി പരിഹസിക്കുന്നത് പോലെ മീരയ്ക്ക് തോന്നി. അവൾ ദയനീയമായി അവനെ നോക്കി. പക്ഷെ രുദ്രന്റെ ഉള്ളിലെ കല്ലുപോലത്തെ മനസ്സ് അലിഞ്ഞില്ല. വെറുപ്പാണെനിക്ക് നിന്നോടും നിന്റെ കുടുംബത്തോടും. കാണു നീ ഈ മുറി, ഇതൊക്കെ നിന്റെ ചേച്ചിക്കായി ഞാൻ ഒരുക്കിയതാണ്. നോക്കടി ഇതിലേക്ക്. അവൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് മീരയുടെ കണ്ണുകൾ പാറി വീണു. അവൾ സ്തംഭിച്ചു പോയി. തൻ്റെ ചേച്ചിക്കായി അലങ്കരിച്ചു വെച്ച ചുവന്ന റോസാപ്പൂക്കളും ഫലവർഗ്ഗങ്ങളും തറയിൽ ചവിട്ടി മെതിക്കപ്പെട്ടതിൽ ചിതറിക്കിടക്കുന്നു. ഹിരണിയുടെ ചിരിക്കുന്ന മുഖമുള്ള ആ വലിയ ഫോട്ടോ ഫ്രെയിം തറയിൽ വീണുടഞ്ഞു. ചില്ലുകൾ ചിതറിക്കിടപ്പാണ്. അതെല്ലാം കണ്ടപ്പോൾ മീരയുടെ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി. എന്തിനാ ചേച്ചി ഇതെല്ലാം ചെയ്തത്? ഞങ്ങളെപ്പോലും ഓർക്കാതെ വെറും പണത്തിന് വേണ്ടിയാണോ ചേച്ചി ഇതെല്ലാം ചെയ്തത്? ഇത്രയും സ്നേഹിച്ച അയാളെ ഇങ്ങനെ ചതിക്കാൻ എങ്ങനെ തോന്നി ചേച്ചിക്ക്? അവളുടെ ഉള്ളിൽ 1000 ചോദ്യങ്ങൾ തിരതള്ളി. എന്തിനാടി നീ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത്? ആ താലി ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടിയപ്പോൾ നീ കരുതിയോ ഈ വീടിൻ്റെ ഐശ്വര്യമായി എൻ്റെ അമ്മയുടെ പ്രിയപ്പെട്ട മരുമകളായി നിനക്ക് ഈ വീട്ടിൽ പായാമെന്ന്? അതോ നീയും നിന്റെ ചേച്ചിയും തമ്മിലുള്ള എന്തെങ്കിലും കരാറാണോ ഇതെല്ലാം? അവൻ അവളുടെ കണ്ണുകളിലേക്ക് തുളച്ചു കയറുന്ന നോട്ടമറിഞ്ഞു. പക്ഷെ മീരക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവളുടെ മൗനം രുദ്രനെ വീണ്ടും കൂടുതൽ ഭ്രാന്ത് പിടിപ്പിച്ചു. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയടി നീ. അവൻ അവളുടെ കൈത്തണ്ടയിലെ ആ മുറിവിൽ തന്നെ ആഞ്ഞു പിടിച്ചു ഞെരിച്ചു. അമ്മേ. വേദന കൊണ്ട് അവളുടെ തൊണ്ടയിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു വന്നു. വേദനിക്കുന്നുണ്ടോ നിനക്ക്? ഈ ചെറിയ മുറിവിനാണോ നീ കരയുന്നത്? എന്ന് ആയിരങ്ങളുടെ മുന്നിൽ നീയും നിന്റെ കുടുംബവും ചേർന്ന് എനിക്ക് തന്ന അപമാനമുണ്ടല്ലോ. ആ മുറിവിന് ഇതിലും വലിയ വില തരേണ്ടി വരും നീയും നിന്റെ കുടുംബവും എനിക്ക്. അവൻ്റെ ശ്വാസത്തിലെ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം മീരയെ വല്ലാതെ അസ്വസ്ഥയാക്കി. അവൾ സർവശക്തിയുമെടുത്ത് അവൻ്റെ നെഞ്ചിൽ കൈവച്ച് തള്ളി മാറ്റി. എൻ്റെ ചേച്ചി ചെയ്ത തെറ്റിന് എന്നെ എന്തിനാ വീണ്ടും നിങ്ങൾ ശിക്ഷിക്കുന്നത്? എനിക്ക് പേടിയാവുന്നു. എന്നെ ഒന്ന് വെറുതെ വിടണം നിങ്ങൾ, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് രുദ്രൻ്റെ നോട്ടം അവളുടെ നെറ്റിയിലെ ആ ചുവന്ന മുഴയിലേക്ക് നീണ്ടു. അവൻ അവളെ വിട്ട് അലമാരയിൽ നിന്നും ഒരു മരുന്നുകുപ്പി എടുത്തു. ഇവിടെ ഇരിക്കടി. ആ ശബ്ദത്തിൽ പഴയ പരിശുദ്ധ ഉണ്ടായിരുന്നില്ല. ഭയത്തോടെ മീര കട്ടിലേക്ക് അരികിലിരുന്നു. രുദ്രൻ പഞ്ഞിയിൽ മരുന്നെടുത്ത് അവളുടെ നെറ്റിയിൽ പുരട്ടി തുടങ്ങി. ആ സ്പർശനത്തിൻ്റെ ഒരു വലിയ കരുതൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നിന്റെ കണ്ണുനീർ കണ്ടാൽ ആരും വിചാരിക്കും നീ വലിയ പാവമാണെന്ന്. പക്ഷെ എനിക്കറിയാം, ചതിയത്തിയുടെ രക്തമാണ് നിനക്കും. മരുന്ന് പുരട്ടുന്നതിനിടയിലും അവൻ വിഷം ചീറ്റിക്കൊണ്ടേയിരുന്നു. ഇനി ഈ കരച്ചിൽ ഇവിടെ അവസാനിപ്പിച്ചേക്ക്. ഇത് പുറത്താരും അറിയരുത്, പ്രത്യേകിച്ച് എൻ്റെ അമ്മ. എൻ്റെ അമ്മക്ക് എന്നെ ജീവനാണ്. നിന്റെ നാടകം കണ്ടാൽ അമ്മക്ക് സംശയം വീണ്ടും തോന്നും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? മീര വിറയലോടെ തലയാട്ടി. ഇയാൾ രാക്ഷസനാണോ അതോ രക്ഷകനാണോ? അവൾ സ്വയം ചോദിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. പോയി ഡ്രസ്സ് മാറ്റി വാ, ഇതിട്. അവനൊരു വെളുത്ത കോട്ടൺ സാരി അവളുടെ നേർക്ക് എറിഞ്ഞു കൊടുത്തു. പെട്ടെന്ന് വരണം. അവൾ ആ സാരിയുമെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ബാത്റൂമിലേക്ക് നടന്നു. തളർന്നിരുന്ന അവളുടെ കാലുകൾ തറയിലൂടെ വലിഞ്ഞാണ് നീങ്ങുന്നത്. മുറ്റത്തെ ചെറിയിലൂടെ രുദ്രൻ അവളെ വലിച്ചയച്ചതിൻ്റെ പാടുകൾ ആ വെളുത്ത കാലുകളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അത് കണ്ടതും രുദ്രൻ്റെ ഉള്ളിൽ എന്തോന്ന് പിടഞ്ഞുപോയി. ഇങ്ങോട്ട് വാ, അവൻ വീണ്ടും അവളോടായി ആജ്ഞാപിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളെ ഇരിക്കാൻ പറഞ്ഞു. അവളുടെ പാദത്തിലേക്ക് അവൻ നോക്കി. തുമ്പപ്പൂ പോലെയുള്ള ആ വെളുത്ത കാൽപാദങ്ങൾ, അതിൽ ചുറ്റിപ്പണഞ്ഞു കിടക്കുന്ന ഒരു സ്വർണ്ണക്കൊലുസ്,
ഒരു നിമിഷം അവൻ ആ സൗന്ദര്യത്തിൽ സ്വയം മറന്നുപോയി. അവളിലെ നിഷ്കളങ്കമായ അവൻ്റെ ഉള്ളിലെ പ്രതികാര ചിന്ത എവിടെയോ ഒന്ന് തളർത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ സമനില വീണെടുത്തുകൊണ്ട് തലയൊന്ന് കുടഞ്ഞു. തനിക്കെന്താണ് സംഭവിക്കുന്നത്? മരുന്നെടുത്ത് അവളുടെ കാലിലെ മുറിവുകളിലേക്ക് അവൻ പുരട്ടി. വേദന കൊണ്ട് മീരയുടെ കാലുകൾ വിറക്കുന്നത് അവൻ അറിഞ്ഞു. അവൾ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ആ ഇരുണ്ട മുറിയിൽ ഒരേ സമയം പ്രണയവും പ്രതികാരവും ഇഴചേരുന്ന നിഗൂഢമായ നിശബ്ദത പടർന്നു. ഇനി എന്ത് സംഭവിക്കും എന്നറിയാതെ മീര വിറക്കുന്ന ഹൃദയത്തോടെ ആ മുറിയിലും തനിച്ചായി അവനെ നോക്കി. കൊച്ചിയിലെ ആ തിരക്കേറിയ സൂപ്പർ മാർക്കറ്റിൽ മനുഷ്യരുടെ ബഹളത്തിനിടയിൽ ഹിരണിയുടെ കണ്ണുകൾ തറഞ്ഞു നിന്നത് ചുവരിൽ തൂക്കിയ ആ വലിയ LED TV-യിലേക്കാണ്. തൻ്റെ ജീവിതം മാറി മറിയേണ്ടിയിരുന്ന ശുഭമുഹൂർത്തം, താൻ ഉപേക്ഷിച്ച ആ മണ്ഡപം, ഇപ്പോൾ അവിടെ ഒരു വിവാഹം നടക്കുന്നു. മുഖം ചുവന്ന ഷാൾ കൊണ്ട് പകുതിയോളം മറച്ചിട്ടുണ്ടെങ്കിലും ആ ഷാളിന് പുറത്തേക്ക് ഉന്തി നിന്ന അവളുടെ കണ്ണുകളിലെ നടുക്കവും വേദനയും ഒരുപോലെ നീലിച്ചു. TV സ്ക്രീനിൽ തെളിഞ്ഞ കാഴ്ച അവളെ തളർത്തി കളഞ്ഞു. രുദ്രൻ, തൻ്റെ രുദ്രൻ. അവൻ തൻ്റെ അനിയത്തി മീരയുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കുന്നു. അത് കണ്ടതും ഹിരണിയുടെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി. രുദ്രനെ നഷ്ടപ്പെടുമെന്ന് അവൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അവൻ്റെ കരുതലും പ്രണയവും അവൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. പക്ഷെ രാഹുൽ, തൻ്റെ പ്രാണനായ രാഹുലിനോടുള്ള അടങ്ങാത്ത അനുരാഗം അവളെ വീണ്ടും ആ നശിച്ച ദിവസരാത്രിയിൽ വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിച്ചു പോയി. എല്ലാം ഓർക്കുമ്പോൾ അവളുടെ ഉള്ളെന്ന് പിടഞ്ഞുപോയി. കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ കവളിലൂടെ ആ ചുവന്ന ഷാളിലേക്ക് ഇറ്റി വീണു. എന്താ ഹിരടി, നിനക്ക് അവനെ ഓർത്ത് വല്ല നഷ്ടബോധവുമുണ്ടോ? തോളിൽ അമർന്ന കൈതലം രാഹുലിൻ്റേതാണ്. അവൻ്റെ വാക്കുകളിൽ പ്രണയത്തേക്കാൾ ഉപരി ഒരു തരം പരിഹാസം കലർന്നിരുന്നു. ഹിരണി ഞെട്ടി രാഹുലിനെ ഒന്ന് നോക്കി. നീ പോയ അതേ നിമിഷം തന്നെ അവൻ നിന്റെ അനിയത്തിയെ കെട്ടി. കണ്ടില്ലേ അവൻ്റെ മാന്യത? അവനാവശ്യം ഒരു പെണ്ണിനെയാണ്, അല്ലാതെ നിന്നെ ആയിരുന്നില്ല. നീ ഇല്ലെങ്കിൽ നിന്റെ അനിയത്തി, അവന് അതും രണ്ടും ഒന്ന് തന്നെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അത്രയും വലിയൊരു പ്രണയം നിനക്ക് അവനോട് ഉണ്ടായിരുന്നെങ്കിൽ അവൻ നിന്റെ അനിയത്തിയെ വിവാഹം കഴിക്കുമായിരുന്നു. രാഹുലിൻ്റെ ഓരോ വാക്കുകളും അവളുടെ മനസ്സിലേക്ക് വിഷം പോലെ കുത്തിയിറക്കി. ആ നിമിഷം ഹിരണിയുടെ ചിന്തകൾ രുദ്രൻ്റെ സ്വഭാവത്തിലേക്ക് കാടുകയറി. പാവമാണ് രുദ്രൻ. ആരെയും അത്ര വേഗം അവൻ വിശ്വസിക്കില്ല. എന്നാൽ ഒരിക്കൽ ഒരാളെ മനസ്സിൽ പ്രതിഷ്ഠിച്ചാൽ പിന്നെ അവർക്കായി ജീവൻ കൊടുക്കാനും അവൻ മടിക്കില്ല. അതായിരുന്നു രുദ്രൻ്റെ പ്രകൃതം. പക്ഷെ ചതിക്കുന്നവരെ അവൻ പുഴുവിനെ പോലെ വെറുക്കും. ഇപ്പോൾ അവൻ മീരയെ സ്നേഹിക്കുമോ? അതോ തന്നെ ചതിച്ച കുടുംബത്തിലെ ഒരംഗമെന്ന നിലയിൽ അവളോട് പക തീർക്കുമോ അവൻ? ഹിരണിയുടെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞു. TV-യിൽ വീണ്ടും മീരയെ വിറയ്ക്കുന്ന മുഖം കണ്ടപ്പോൾ തൻ്റെ അനിയത്തിയുടെ ജീവിതം താൻ തന്നെയാണല്ലോ തകർത്തതെന്ന നീച്ചൽ അവളുടെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടേയിരുന്നു. സൂപ്പർ മാർക്കറ്റിലെ AC തണുപ്പിലും ഹിരണി വിയർക്കുന്നുണ്ടായിരുന്നു. രാഹുൽ അവളെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സ് ആ മണ്ഡപത്തിൽ തന്നെയാണ്. രുദ്രൻ, അവൻ എന്നെ ശരിക്കും സ്നേഹിച്ചിരുന്നില്ലേ രാഹുൽ? അവൾ വിറയ്ക്കുന്ന സ്വരത്തിൽ അവനോടായി ചോദിച്ചു. സ്നേഹിച്ചിരുന്നെങ്കിൽ അവൻ ഇത്രയും വേഗം മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നു. നീ പോയത് അവൻ്റെ അഭിമാനത്തിനേറ്റ മുറിവാണ്. ആ മുറിവ് ഉണക്കാൻ അവന് മീരയെ വേണമായിരുന്നു, ഒരു പകരക്കാരി, അത്രമാത്രം. രാഹുൽ ക്രൂരമായി ചിരിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു.